ഫോർത്ത് സെം BSc കോമൺ കോഴ്സ് മലയാളം ത്തിലെ കലയും കാലവും എന്നുള്ള B. രാജീവൻ്റെ പാഠഭാഗം. കായംകുളത്ത് ജനിച്ച കോളേജ് അധ്യാപകനായിരുന്നു B. രാജീവൻ. തത്വശാസ്ത്രം, രാഷ്ട്രീയ ചിന്ത, ചരിത്രം, സൗന്ദര്യശാസ്ത്രം, സിനിമ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ലേഖനങ്ങളിൽ പലതും പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ സമഗ്രത, മാർക്സിസവും ശാസ്ത്രവും, അന്യവൽക്കരണവും യോഗവും, ജനനിബിഡമായ ദന്തഗോപുരം, വർത്തമാനത്തിൻ്റെ ചരിത്രം, EMSൻ്റെ സ്വപ്നം എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ. ചിത്രകാരിയും കവയിത്രിയുമായ സാവിത്രി രാജീവനാണ് ഭാര്യ. ജനനിബിഡമായ ദന്തഗോപുരം എന്നുള്ള സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കലയും കാലവും എന്നുള്ള ലേഖനം. ഒരു കലാകാരന് അയാൾ നിലനിൽക്കുന്ന ചരിത്രഘട്ടത്തിനോടുള്ള ഏറ്റവും നഗ്നമായിട്ടുള്ള ആത്മപ്രതികരണമാണ് യഥാർത്ഥ കല എന്ന് B. രാജീവൻ അഭിപ്രായപ്പെടുന്നു. ഒരു കലാസൃഷ്ടിയാക്കുന്നത് തന്നെ അത് രൂപം കൊള്ളുന്ന കാലത്തോട് അതിനുള്ള ബന്ധമാണ്. ഇപ്പോൾ ഒരു കലാസൃഷ്ടി അതിൻ്റെ കാലവുമായിട്ട് എത്രത്തോളം ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്രത്തോളം അത് മഹത്തരമായി തീരും. സാമാന്യവൽകൃതമായ ആശയങ്ങളുടെ ലോകമല്ല കലയുടേത്. അത് വിശേഷവും അതേപോലെ തന്നെ മൂർത്തവുമാണ്. കലാസൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്ന വൈരുദ്ധ്യാത്മക രഹസ്യം തന്നെ കല ഒരേ സമയം വിശേഷവും സാമാന്യവും ആകുന്നു എന്നുള്ളതാണെന്ന് രാജീവൻ പറയുന്നു. നിഷ്ഠതയുടെ പരകോടിയിലേക്ക് പോകുന്ന കല വിശേഷനിഷ്ഠം മാത്രമായിരിക്കും. ഇത് പ്രപഞ്ചത്തിൻ്റെ തന്നെ വൈരുദ്ധ്യാത്മകമായ അസ്തിത്വത്തിൻ്റെ നിഷേധമാണ്. അപ്പം അതുപോലെ തന്നെ സാമാന്യവൽക്കരണം മാത്രമുള്ള കലി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് പൊതു പ്രസ്താവനകൾ പോലെ മനുഷ്യവികാരങ്ങളെ ബാധിക്കാതെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു കലാസൃഷ്ടിയിലെ വൈകാരികാംശത്തിൻ്റെ ആഴവും സാന്ദ്രതയും എത്രയ്ക്കുണ്ടോ അത്രയ്ക്ക് ആ കലാസൃഷ്ടി സ്ഥലകാലാതീതമായി മനുഷ്യരാശിയെ സ്വാധീനിക്കുമെന്നാണ് ഇദ്ദേഹം തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു കലാസൃഷ്ടി എത്ര കണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അത്ര കണ്ടാണ് അത് അതിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ വർത്തമാനകാലവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളമാണ് കൃതികളുടെ നിലനിൽപ്പ്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം എടുത്തു കാണിക്കുന്ന രാമായണത്തെയും മഹാഭാരതത്തെയുമാണ്. വർത്തമാനകാലത്തിൻ്റെ നന്മകളെയും തിന്മകളെയും ഇവ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇനി രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവ യഥാർത്ഥ കലയാവാത്തതിൻ്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. വർത്തമാന ചരിത്രത്തിൻ്റെ ഉപരിപ്ലവതയോട് മാത്രമാണ് അവ ബന്ധം സ്ഥാപിക്കുന്നത്. സാമ്പത്തിക അടിത്തറകൾ മാറിക്കഴിഞ്ഞാലും സംസ്കാരത്തിൻ്റെ ഉപരിഘടനകൾ മാറാതെ തന്നെ നിൽക്കും. മാറിവരുന്ന ഭൗതിക സാഹചര്യങ്ങളോട് മാനസികമായിട്ട് സമകാലീനായിരിക്കുക അത് മനുഷ്യൻ്റെ ശക്തിക്കുറവാണ് ഇതിന് കാരണം. അപ്പോൾ സ്വന്തം ചരിത്രഘട്ടത്തെ സ്വന്തം അനുഭൂതിയിലൂടെ പുനഃസൃഷ്ടിക്കാൻ കലാകാരൻ നിർബന്ധിതനാകുമ്പോൾ അവൻ്റെ ശക്തി പരീക്ഷിക്കപ്പെടുകയും ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുകയും ചെയ്യുന്നു. സ്വന്തം കാലത്തിൻ്റെ യാഥാർത്ഥ്യത്തെ വൈകാരികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാൾ കലാകാരനായിട്ട് മാറുന്നില്ല. അയാളെപ്പോഴും കഴിഞ്ഞുപോയ കാലത്തെയാണ് സ്വന്തം കാലമെന്ന് വിചാരിക്കുന്നത്. ചരിത്രത്തിൻ്റെ നാട്യങ്ങളാലെ വഞ്ചിക്കപ്പെടാൻ പോകുന്ന ഒരു ദുർബലനെ ഒരിക്കലും യഥാർത്ഥ കലാകാരനാവാനായിട്ട് കഴിയില്ല. അപ്പം അങ്ങനെയുള്ളവരെ ജന്മം കൊടുക്കുന്ന സാഹിത്യകൃതികളും കാലത്തിൻ്റെ കുത്തൊഴുക്കിലെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദ്രവിച്ചു പോകും. അപ്പം അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വൃക്ഷത്തിൻ്റെ വേരുകളെ ദ്രവിച്ചു കഴിയുന്ന അവസ്ഥയിൽ വിരിയാതെ ശേഷിച്ച പഴയ പൂക്കൾ വെയിലേറ്റു വിരിഞ്ഞ് കൊഴിയുന്നത് പോലെയാണ് അതെന്ന് അദ്ദേഹം പറയുന്നു. ബുദ്ധിപരമായിട്ട് മുന്നേറിയവൻ പ്രസംഗകനോ തത്വചിന്തകനോ ആവാം. പക്ഷെ അവനൊരിക്കലും കലാകാരനാവാനായിട്ട് കഴിയില്ല. അവൻ്റെ കൃതികളൊക്കെ തന്നെ കലാനാട്യങ്ങളായിട്ട് അധപ്പതിക്കും. ഇതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടിയും വീരഗാഥകൾ പാടിയവരെയും അതേപോലെ സ്നേഹത്തെക്കുറിച്ച് ഉദാത്ത കവിതകൾ എഴുതിയവരെയും
പാവപ്പെട്ടവൻ്റെ വിശപ്പ് കൈമുതലാക്കിയിട്ട് പടപ്പാട്ടുകൾ എഴുതിയവരെയുമാണ് ഉദാഹരണങ്ങളായിട്ട് കാണിക്കുന്നത്. കലയുടെ ലോകം മനുഷ്യവികാരങ്ങളുടെ ലോകമാണ് എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥ കലാകാരൻ ആവിഷ്കരിക്കേണ്ടത് തൻ്റെ ഉള്ളിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഭാവങ്ങളെയാണ്. ഇത് സഹജമായി ജൈവ പ്രതികരണം പോലെ ഉയർന്നു വരേണ്ടതും ആണ്. ഇപ്പോൾ കലാസൃഷ്ടിയുടെ അനിവാര്യ ഘടകങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല. തന്നോട് തന്നെ കലാകാരൻ പൂർണ്ണമായും സത്യസന്ധനായിരിക്കുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ കലാസൃഷ്ടിക്ക് ജന്മം കൊടുക്കാനായിട്ട് അയാൾക്ക് കഴിയുള്ളൂ. മറ്റേതൊരു മേഖലയിലും ഒരുവനെ ആത്മാർത്ഥത ഇല്ലാത്തവനായിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കലാകാരന് അത് അനുവദിച്ച് കൊടുക്കുന്നില്ല. കലാകാരൻ ബുദ്ധിപരമായി ചിന്തിക്കുകയും വൈകാരികമായി അതിന് എതിരായിരിക്കുകയും ചെയ്യുന്നവനല്ല. പ്രയോഗവും സിദ്ധാന്തവും തമ്മിലുള്ള വൈരുദ്ധ്യം കലയിൽ പ്രത്യക്ഷപ്പെടുന്നതോടെ കലയല്ലാതാകുന്നു. ഒരു കലാകാരൻ അയാൾ നിലനിൽക്കുന്ന ചരിത്രഘട്ടത്തോട് നടത്തുന്ന ഏറ്റവും നഗ്നമായിട്ടുള്ള ആത്മപ്രതികരണമാണ് അയാളുടെ യഥാർത്ഥ കല എന്ന് പറയും. ഇനി അതിന് കുറേ എഴുത്തുകാരുടെ കൃതികൾ അദ്ദേഹം പറയണ. ആദ്യമായിട്ട് രാമായണം പറയുന്നു. പിന്നെ സോഫോക്ലിസിനെ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഷേക്സ്പിയറെ പറയുന്നുണ്ട്. അപ്പോൾ വിപ്ലവപൂർവ്വകാലത്തിൻ്റെ വിഭ്രാന്തികൾ കണ്ടറിഞ്ഞ എഴുത്തുകാരനായിരുന്നു ടോൾസ്റ്റോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു കലാസൃഷ്ടിയാണോ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നത് അതിൻ്റെ പിന്നിൽ ആ കലാകാരൻ്റെ യഥാർത്ഥമായിട്ടുള്ള കലാസ്നേഹം ഉണ്ടെന്ന് രാജീവൻ തൻ്റെ ലേഖനത്തിൽ പറയും. ഏകഭാര്യത്വം വഴി പുരുഷൻ്റെ സ്വകാര്യ സ്വത്തായി കഴിയുന്ന സ്ത്രീയുടെ കഥയിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ നൈതികവും വൈകാരികവുമായ സംഘർഷങ്ങൾ മുഴുവൻ രാമായണത്തിലെ വാൽമീകി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് രാജീവൻ പറയുന്നു. അപ്പോൾ അതേപോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കാൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം നിലനിന്നിരുന്ന അടിമത്വ വ്യവസ്ഥിതിയുടെ കാലത്തെയാണ് സോഫോക്ലിസ് അവതരിപ്പിക്കുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന നാടുവാഴിത്തത്തിൻ്റെ അന്തശൈഥല്യങ്ങൾ ഷേക്സ്പിയർ തൻ്റെ കൃതികളിൽ അവതരിപ്പിക്കുന്നു. തകർന്ന ഫ്യൂഡലിസത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ അപാരമായ ആത്മശക്തിയുടെ പ്രകടനമാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ കലയിൽ കണ്ടത് എന്ന് രാജീവൻ പറയുന്നു. ഇപ്പോൾ യഥാർത്ഥ കലാകാരൻ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ കൂടെയുള്ള കലാകാരൻ അദ്ദേഹത്തിൻ്റെ കലയിൽ അദ്ദേഹത്തിന് പ്രകടമാക്കണമെങ്കിൽ വർത്തമാനകാല ജീവിതവുമായി അതിനു മാത്രം ഇഴുകിച്ചേർന്നിരിക്കണം എന്ന് ബി രാജീവൻ തൻ്റെ ലേഖനത്തിലൂടെ പറയും. അപ്പോൾ കലയും കാലവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അപ്പോൾ അത്തരം കലാസൃഷ്ടികൾ മാത്രമാണ് കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹം സ്ഥാപിക്കുന്നു. ഇത്രയാണ് കലയും കാലവും എന്നുള്ള ലേഖനത്തിൽ വരുന്നത്. ചേരുവകളും ചാരുതയും എന്നുള്ള സി രാധാകൃഷ്ണൻ്റെ ലേഖനം. സി രാധാകൃഷ്ണൻ നോവലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഓരോ കൃതികളുടെയും രചനാ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് അന്തർധാരം. ആലോചന എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ലേഖനമാണ് ചേരുവകളും ചാരുതയും. നിഴൽപ്പാടുകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ കഥ പറയുന്ന സി രാധാകൃഷ്ണൻ്റെ കൃതിയാണ് മുമ്പേ പറക്കുന്ന പക്ഷികൾ. അതിന് വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി. തൻ്റെ സാഹിത്യരചനയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ബാല്യകാലം കഴിച്ചുകൂട്ടിയ ഭാരതപ്പുഴയുടെ തീരത്തെ ഗ്രാമത്തെക്കുറിച്ചും ഉപജീവനത്തിനായി പോയ മുംബൈ നഗരത്തെക്കുറിച്ചൊക്കെ തൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്തകളാണ് രാധാകൃഷ്ണൻ വായനക്കാരോട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, കഥാപാത്രത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് കഥാകൃത്തിൻ്റെ തത്വശാസ്ത്രമല്ല. കഥാപാത്രം കഥാഗതിക്കനുസരിച്ച് തൻ്റെ തത്വശാസ്ത്രങ്ങളെ മാറ്റുന്നതാണ് എന്ന് രാധാകൃഷ്ണൻ പറയുന്നു. അതേപോലെ തന്നെ കഥ തുടങ്ങുമ്പോഴുള്ള മാനസികാവസ്ഥയല്ല
കഥ അവസാനിക്കുമ്പോൾ കഥാപാത്രത്തിന് ഉണ്ടായിരിക്കേണ്ടത്. ഒരു കഥാപാത്രത്തെ വായനക്കാരന് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അയാളുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളെയും അവതരിപ്പിക്കണം. നാടക രംഗങ്ങളിലെ രസക്കയർ മുറിയാതെ എങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തുടർച്ചയായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പ്രത്യാഘാതങ്ങളുടെ രൂപത്തിൽ സംഭവങ്ങളെ നിരത്തി വയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കഥ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും പറയുന്നുണ്ട്. മരീചികയിലെ രവിയുടെ ജീവിതവീക്ഷണം തൻ്റെ ജീവിതവീക്ഷണം അല്ലെന്നും തനിക്ക് സത്യത്തിലൊരു ജീവിതവീക്ഷണം ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭൂഗോളത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ തനിക്കൊരു തരം അമ്പരപ്പാണുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. ഈ അമ്പരപ്പിൻ്റെ പ്രേരണയാലാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും അടർത്തിയെടുത്ത് സങ്കല്പ ലോകത്തിൽ വെച്ച് ചികഞ്ഞു നോക്കുന്നത്. അപ്പോൾ കാണുന്ന പുതുമകളാണ് തൻ്റെ പുസ്തകങ്ങളായി പുറത്തു വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി എഴുത്തുകാരൻ രചന നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മനക്കണ്ണിൽ തെളിഞ്ഞു കാണുന്നത് മാത്രമേ എഴുതാനായിട്ട് ശ്രമിക്കാവൂ. മനസ്സിൽ പതിഞ്ഞതിൻ്റെ 1/10 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ 1/10 വായനക്കാരൻ ഗ്രഹിക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായിട്ട് മനസ്സിൽ പതിയാത്തതൊന്നും എഴുതാൻ ശ്രമിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. വായനക്കാരനെ അവതരിപ്പിക്കുന്ന പ്രമേയത്തിൽ പിടിച്ചു നിർത്തണമെങ്കിൽ അയാളുടെ എല്ലാ വിചാരങ്ങളെയും സംതൃപ്തമാക്കുന്ന തരത്തിലുള്ള എഴുത്താണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാക്കുകളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് എഴുത്തുകാരൻ തികഞ്ഞ ബോധമുണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറയുന്നു. വായനക്കാരൻ്റെ ഭാവനാശക്തിയെ നിസ്സാരമായിട്ട് കണക്കാക്കിയും എഴുത്തു തുടങ്ങിയാൽ എഴുതുന്നത് വെറും പച്ചവെള്ളം പോലെയാവുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വാക്കുകൾ ആവശ്യത്തിലേറെ ഉപയോഗിച്ചാൽ അവയുടെ അർത്ഥവ്യാപ്തി താനെ നശിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വാചകങ്ങളെ പയറ്റി തെളിയിച്ചെടുക്കുന്നത് ഭാഷ കൊണ്ട് നന്നായി ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന ആരും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ശബ്ദങ്ങൾക്ക് അർത്ഥനിരപേക്ഷമായി ആശയവിനിമയം നടത്താൻ കഴിയാറുണ്ട്. കുട്ടിക്കാലത്ത് നല്ല അധ്യാപകരെ കിട്ടിയതും ഒരു എഴുത്തുകാരനായിട്ട് വളരാൻ തന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് സി രാധാകൃഷ്ണൻ പറയുന്നു. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരത്തെ ചെറിയ ഗ്രാമത്തിലുള്ള കുട്ടിക്കാലവും തന്നെ എഴുത്തുകാരനാവാൻ സഹായിച്ചു അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെ ഉപജീവന മാർഗത്തിനായിട്ട് മുംബൈ നഗരത്തിലെത്തിയ രാധാകൃഷ്ണൻ നഗരത്തിൻ്റെ ജീവിതം അടുത്തറിഞ്ഞു. അവിടെ മണിക്കൂറുകൾക്കല്ല സെക്കൻഡിൻ്റെ മാത്രകൾക്കാണ് വില എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മുംബൈ ജീവിതത്തിൽ അനുഭവിച്ച ട്രെയിൻ യാത്രയും അതിൻ്റെ വിശദീകരണങ്ങളും അവിടെ സമയത്തിനുണ്ടായിരുന്ന പരിമിതിയും ഒക്കെ അദ്ദേഹം ഈ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന അവരെ വണ്ടിയിൽ കയറാനുള്ള സമയമാകുമ്പോൾ ഏർപ്പെടുന്ന ഗുസ്തിയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ കൃത്യമായി പറയുന്നു. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കയറാൻ പറ്റാത്ത ആദ്യകാല ദിവസങ്ങളെക്കുറിച്ചും അതിനുശേഷം താനും അവരിൽ ഒരാളായി മാറിയതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇത്രയാണ് ചേരുവകളും ചാരുതയും എന്നുള്ള ലേഖനത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്.